ചേട്ടാ, കേരളത്തിലെ WCCയുടെ മുന്നണി പോരാളിയായ ഗീതു മോഹൻദാസ് മറുനാട്ടിൽ പോയൊരു സിനിമ പിടിച്ചു. ടോക്സിക് എന്നാണ് പേര്. പാൻ ഇന്ത്യൻ സിനിമയാണ്. യാഷാണ് നായകൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം തിരികൊളുത്തപ്പെട്ടു. അതിന് പിന്നാലെ ഇപ്പോൾ വലിയ ചർച്ചയാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം നടക്കുന്നത്. ഗീതു മോഹൻദാസിൻ്റെ സിനിമയായ ടോക്സിക്കിലെ ടീസറിലെ ഇൻറ്റിമേറ്റ് രംഗങ്ങളാണ് ഇതിന് പ്രധാന കാരണം. ആ ഒരു ഇൻറ്റിമേറ്റ് രംഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇപ്പോൾ ഗീതുവിന് പിന്തുണയുമായി റീമ കല്ലിങ്കൽ രംഗത്തെത്തിയിട്ടുണ്ട്. രണ്ടുപേർ പരസ്പര സമ്മതത്തോടെ ചെയ്യുന്ന ലൈംഗികത തെറ്റാണെന്ന് തോന്നുന്ന മനുഷ്യൻ്റെ, അതായത് മലയാളിയുടെ അശ്ലീല ചിന്തകളൊക്കെയാണ് ഇവർ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൂടാതെ DS0 എന്ന സിനിമയിലെ അതുല്യ ചന്ദ്ര ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ആദ്യ ഘട്ടത്തിലെ ആ സിനിമ തുടങ്ങുമ്പോഴുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങൾ സിനിമയുടെ നട്ടിലാണ്. അപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്. DS0 മാത്രമല്ലല്ലോ, മായാനദിയൊക്കെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ എടുത്തു വെക്കുന്നുണ്ട്. ഇപ്പോൾ മായാനദിയാണെങ്കിൽ ഈ അപ്പുവും അതുപോലെ തന്നെ മാത്തനും, ഈ രണ്ട് കഥാപാത്രങ്ങൾ അവർ ഒരുമിക്കുന്നതും അവരുടെ സന്തോഷം പങ്കിടുന്നതിനുമായിട്ട് വേണ്ടുന്ന രംഗമായിരുന്നു, അവരുടെ ഇൻറ്റിമേറ്റ് രംഗമായിരുന്നു അവിടെ വേണ്ടിയിരുന്നത്. അത് സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ DS0 അതിലെ അതുല്യ ചന്ദ്രനും പ്രണവും തമ്മിലുള്ള രംഗങ്ങൾ, അത് ആ സിനിമയുടെ തന്നെ ഒരു നട്ടെല്ലാണ്. എന്തുകൊണ്ട് എന്ന് പകുതി വരെ ആ സിനിമയെ ഓടിച്ചു കൊണ്ടുപോകുന്ന ആ രംഗമാണ്. അത് ആ സിനിമയ്ക്ക് ആവശ്യമായ ഒരു രംഗമായിരുന്നു. ഇതൊക്കെ ഇവരുടെ, അതായത് അവരുടെ റിലേഷൻഷിപ്പിനെ കാണിക്കുവാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് എത്രത്തോളം വളർച്ചയുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച രംഗങ്ങളാണ് ഇതൊക്കെ എങ്കിൽ, ഇവിടെ നായകൻ്റെ മാഡ്നസ് കാണിക്കാൻ വേണ്ടിയാണ് ഒരു സ്ത്രീയെ ഒബ്ജക്റ്റീവായി ചെയ്തിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉപഭോഗ വസ്തുവായിട്ട് സ്ത്രീയെ പ്രദർശിപ്പിക്കുന്നു. ഭോഗവസ്തു മാത്രമായി സ്ത്രീയെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നായകൻ്റെ മാഡ്നസ് കാണിക്കാൻ വേണ്ടി സ്ത്രീയെ ഉപയോഗിച്ചിരിക്കുന്നു. ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല. ഇത് കുടുംബവിളക്ക് സീരിയലല്ലാന്ന് എനിക്കും അറിയാം. പക്ഷെ ഇത് ചെയ്തത് ഗീതുവാണ്. സോ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ന്യൂജൻ യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്നത് രണ്ട് സുഹൃത്തുക്കളായിരുന്ന രണ്ട് നടന്മാർ അല്ലെങ്കിൽ നടിമാർ അവർ ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്യുമ്പോഴാണ്. അത്തരത്തിലൊരു സംഭവവും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. ഈ ഗീതു മോഹൻദാസിനെ പാർവതി തിരുവോത്ത് അൺഫോളോ ചെയ്തിരിക്കുന്നു. പാർവതി തിരുവോത്തിനെ ഗീതു മോഹൻദാസും അൺഫോളോ ചെയ്തിരിക്കുന്നു. ഈ പാർവതി തിരുവോത്ത് ഗീതുവിനെ ഇപ്പോഴല്ലേ അൺഫോളോ ചെയ്തത്? ഇതിൻ്റെ ആദ്യത്തെ പ്രൊമോ വീഡിയോ വന്നിരുന്നു കഴിഞ്ഞ വർഷം ഈ യാഷിൻ്റെ ബർത്ത്ഡേക്കാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രൊമോ വീഡിയോ വരുന്നത്. ആ വീഡിയോ, അത് ബാറിലെ രംഗങ്ങളായിരുന്നു ആ വീഡിയോയിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞല്ലോ, അന്ന് തന്നെ പാർവതി തിരുവോത്ത് ഈ ഗീതു മോഹൻദാസിനെ അൺഫോളോ ചെയ്യും. അതിനൊപ്പം അവർ ഒരു ചിത്രം ഇട്ടിട്ട്, വിചിത്രമായൊരു ചിത്രമായിരുന്നു. ആ വിചിത്രമായ ചിത്രത്തിൻ്റെ പ്രത്യേകത, ആ ചിത്രത്തിലെ രൂപത്തിൻ്റെ ചുണ്ടിൽ കണ്ണിൻ്റെ ചിത്രം ഒട്ടിച്ചു വെച്ചു. അതായത് എനിക്ക് പറയാനുള്ളത് എൻ്റെ കാഴ്ചയിലുണ്ടെന്നോ ആ ഒരു അർത്ഥത്തിൽ, എൻ്റെ സംസാരം എൻ്റെ കണ്ണിലുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഈ ചുണ്ടിൽ ഒരു കണ്ണിൻ്റെ ചിത്രം ഒട്ടിച്ചു വെച്ചുകൊണ്ട് ഒരു ചിത്രം മാത്രം പങ്കുവച്ചു. അതുപോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നില്ല. നേരത്തെ അവർ ഫോളോ ചെയ്തിരുന്നു, ഇപ്പോൾ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഇത് ചെയ്തിരുന്നതാണ്. ആദ്യം പാർവതി ചെയ്തു, പിന്നീട് ഈ പറയുന്ന ഗീതു എന്ന് പറഞ്ഞ അതെ, ആ വെടിപൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ പാർവതിയെ കൊണ്ട് തിരികൊളുത്തി വിട്ട് പാർവതിയെ ഒരു നിലയില്ലാ കയത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞത് ഈ ഗീതുവാണ്. പാർവതി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പാർവതി സിനിമയിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട്, സിനിമയിലെ താൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട്, താനല്ല, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിവിട്ട ഒരു വലിയ വിപ്ലവത്തിനു വേണ്ടി അവർ മുറവിളി കൂട്ടിയപ്പോൾ അതിനുവേണ്ടി സേറ്റ് എന്ന് പറയുന്ന ശബ്ദമുയർത്തിയ ഗീതു മോഹൻദാസ് അവരെ പിന്നിൽ നിന്ന് കുത്തിക്കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു റാലിക്ക് പോകുന്നു. ആ റാലിക്ക് മുന്നണി പോരാളികളായിട്ട് ഒരുപാട് പാർട്ടിക്കാരുണ്ടാകും. പക്ഷെ അതിന്റെ നേതാക്കന്മാർ ഓടിപ്പോയാൽ എന്ത് ചെയ്യും? അതെ, അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു നേതാവ് പാലക്കാടുണ്ട്. ഈ അവസാനം ബലം പിടിച്ച് ഈ നേതാവിനെ കൊണ്ടുപോയി ഇട്ടുകൊടുത്തു. കുറേ ദിവസം ജയിലിൽ കിടന്നു. അങ്ങനെ നേതാക്കന്മാരുണ്ട്. നമ്മുടെ തിരുവനന്തപുരം സ്റ്റാച്യു ഉണ്ടല്ലോ, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ, സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഞാൻ ഈ വിഷയത്തിൽ നിന്ന് പോകില്ല, പെട്ടെന്ന് തിരിച്ചു വരാം. ഈ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടക്കും. സമരഗേറ്റിലേക്കാണ് മാർച്ച് നടക്കാറുള്ളത്. മാർച്ച് ബാരിക്കേഡ് കുലുക്കി കഴിഞ്ഞാൽ പോലീസ് നേരെ ഈ വരൺ വെച്ചിട്ട് ജലപീരങ്കി വെച്ച് അടിക്കും. ജലപീരങ്കി വെച്ച് അടിച്ചിട്ടും പിന്മാറിയില്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഈ ടിയർ ഗ്യാസ് പൊട്ടിച്ചു തുടങ്ങും. ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി. ഇത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്, ഒരു അക്രമം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി. ജലപീരങ്കി പ്രയോഗിക്കുന്ന സമയത്ത് തന്നെ
നേതാവ് നേരെ വന്ന് സ്റ്റാച്യുവിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടിരിക്കും. അവിടെ 2 മെഡിക്കൽ സ്റ്റോറുണ്ട് അടുത്ത്, 2 മെഡിക്കൽ സ്റ്റോറും അപ്പുറം ഇപ്പുറമാണ്. അവിടെ ചെന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അവിടെ ഇവരുടെ വണ്ടി കാണും, അതിൽ പോയിരിക്കും. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ ഈ നേതാവ് തിരിച്ചു വന്ന് പ്രസംഗം അങ്ങോട്ട് ആരംഭിക്കും. നേതാവിനെ ശ്രദ്ധിച്ചാൽ മതി, നേതാവ് അതിൻ്റെ ഇടയിൽ എവിടെന്നെങ്കിലും നേരത്തെ ഇച്ചിരി നനഞ്ഞിട്ട് അങ്ങ് പോകും, പിന്നെ തിരിച്ചു വരും. ഈ അടിയോ ഇടിയോ ഒന്നും പ്രശ്നമില്ല, വേണമെങ്കിൽ വണ്ടിയിൽ നിന്ന് ഉടുപ്പും കയറിയിട്ട് വരും. ഇങ്ങനെയുള്ള നേതാക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പരിപാടിയാണ് ഈ സ്ത്രീ അവരോട് കാണിച്ചത്. പിന്നിൽ നിന്ന് കുത്തുക. ഇതൊരു താൻ ഇത്രയും കാലം വിശ്വസിച്ചത് ഈ പറയുന്ന ഈ സിനിമയിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കപടതയാണെന്ന് പാർവതിക്ക് ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു കഴിഞ്ഞ വർഷം. അത് കൂടുതൽ ബോധ്യപ്പെടുന്നതാണ് ഇപ്പോൾ അവർ മൗനം പാലിക്കുകയാണ്. അതേസമയം റിമ കല്ലിങ്കൽ കഴിഞ്ഞ ദിവസം ഇതേ പോസ്റ്റ് എടുത്ത് ആദ്യം ഒരു ഫിലിം ചാനലിൽ വന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിന്റെ തലക്കെട്ട് ഞാൻ വായിക്കാം. ആനന്ദം, സദാചാര പ്രതിസന്ധി, പിന്നെ സ്ത്രീകളും എന്ന തലക്കെട്ടോട് കൂടി വന്ന ഇവരെ എഴുതി വെക്കുന്നതൊക്കെ സാമാന്യ മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വലിയ നേതാവുണ്ട്, ആ നേതാവ് വാർത്താസമ്മേളനം നടത്തി കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും അത് 3-4 തവണ കേട്ടു നോക്കിയിട്ട് മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റൂ. ക്യാമ്പസുകളിലെ ഗുൽമോഹർ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ അതെ കടിച്ചാപ്പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വാക്കുകൾ പറയുമ്പോൾ നമുക്കിത് പ്രത്യേകിച്ച് മനസ്സിലാകാൻ ഒരു വനിതാ നേതാവുണ്ട്. ഈ നേതാവ് പറയുന്നത് ഒന്നും നമുക്ക് ബോധ്യപ്പെടില്ല കൃത്യമായിട്ട്. നമ്മൾ ചങ്കിലെ ചൈന എന്നൊക്കെ പറഞ്ഞു കളയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് തുടങ്ങുന്ന ചങ്കില ചൈനയാണെന്ന് മനസ്സിലാവും. പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. ആൾക്കാർ എനിക്ക് ഇഷ്ടമായി എന്തുവാ പറയുന്നത്, നമ്മളൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പുസ്തകങ്ങളിൽ അടിച്ചു വന്ന വലിയ പ്രബന്ധങ്ങൾ പഠിച്ച് ഹൃദയസ്ഥമാക്കി അതെ. ഇപ്പൊ ഇത് സെക്രട്ടറിനകത്ത് PRDയുടെ ഒരു ചേംബറുണ്ട്, PRDയുടെ വാർത്താ സമ്മേളനം നടക്കുന്ന കേന്ദ്രം. അവിടെ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കും. കാരണം ഈ നേതാവ് എന്താ പറയുന്നത് മനസ്സിലാവില്ല. നേതാവിൽ ഒരു മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം ഒരു സമയത്ത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. അത് കാര്യം അദ്ദേഹം എന്താ പറയുക, ഈ ലാറ്റിൻ അമേരിക്കയിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഇവിടെ നടക്കുന്ന സിമ്പിൾ വിഷയമാണ്. പോയി കണ്ടെത്തിയാൽ അത് വിഷയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. വിഷയം അവിടെ ഇവിടെ എല്ലാം പിന്നെ കറങ്ങി വെനിസുലയൊക്കെ കറങ്ങി തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഒരു സമയം കഴിയും. അവസാനം ഈ വിഷയം എന്താണെന്നുള്ളത് പിടികിട്ടത്തുമില്ല. നമുക്കൊരു ചെറിയ ബൈറ്റിന്റെ ആവശ്യമുള്ളൂ, നമ്മൾ എവിടുന്ന് കളയും. അല്ല, അത് ഈ വാർത്താക്കുറിപ്പ് ഉണ്ടാവുമല്ലോ, വാർത്താക്കുറിപ്പിൽ ഇദ്ദേഹത്തിനോട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇദ്ദേഹം കൃത്യമായി മറുപടി പറയില്ലായിരുന്നു. വളഞ്ഞു തിരിഞ്ഞൊക്കെ വരും. വളഞ്ഞു തിരിഞ്ഞൊക്കെ പറയും. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് പിടികിട്ടത്തുമില്ല. ഇത് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഈ റിമ ഒരു പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്തു. സ്ത്രീകളുടെ സന്തോഷത്തെയും കൺസെൻറ്റിനെയും കുറിച്ച് നാട്ടുകാരൊക്കെ തലപുകഞ്ഞ് ആലോചിക്കട്ടെ. അവർ എങ്ങനെ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നു എന്നും അവർ ആലോചിക്കട്ടെ. ഞങ്ങളിവിടെ ചിൽ ചെയ്യുന്നു, നിങ്ങളവിടെ ചിൽ ചെയ്തു, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ പറഞ്ഞു വന്ന ഡയലോഗുകൾക്ക് മറുപടി ഇവിടെ വന്ന് പറയണം. ഇവിടെ പറഞ്ഞിട്ട് പോയി ചില്ല് ചെയ്യും, എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കുടുംബങ്ങളൊക്കെ സീരിയലല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതിപ്പോൾ എല്ലാവരും വന്ന് വളരെ മഹത്വവൽക്കരിച്ച് അമ്മ, അച്ഛ, മാമ, കൊച്ചച്ച എന്നൊക്കെ വിളിച്ചിട്ട് പോകുന്ന പടമല്ല ഇത്. ടോക്സിക്കാണ്. ടോക്സിക് എന്നതിൻ്റെ പേരിൽ തന്നെയുണ്ട് ടോക്സിക് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഈ സാധനം ഇവിടെ പോയി. പക്ഷെ അത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികത രണ്ടുപേരും പരസ്പരം നന്നായി ആസ്വദിക്കുമ്പോൾ കുരുപൊട്ടുന്നത് ആർക്കാണെന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് മായാനദിയും DS ഇറയും ഒക്കെ ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം അതിൻ്റെ കാതലാണ്. സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയുന്ന 2 കാര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇത് നായകനെ മാഡ്നസ് കാണിക്കാൻ വേണ്ടി ഒരു സ്ത്രീ ശരീരത്തെ ഭോഗവസ്തുവായി ഉപയോഗിക്കുന്നു. നായകൻ ഒരു മാഡ്നസ് കാണിക്കണം. എന്താ ഇതുപോലെ ടോക്സിക്കാണ്. അതെ, അതിനു വേണ്ടി ഒരു സ്ത്രീ ശരീരത്തെ ഉപയോഗിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് പക്ഷേ മറ്റേത് കൃത്യമായ കഥാപാത്രമാണ്. ആ കഥയിലെ കഥാപാത്രം വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം, 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഈ പറഞ്ഞ ലൈംഗിക ബന്ധമൊന്നും ആരും തെറ്റാണെന്ന് പറഞ്ഞു. ഇവിടെ ആരാ പറഞ്ഞത്? ലൈംഗിക ബന്ധം സ്ത്രീ ഈ പറയുന്ന പോലെ സിനിമയിൽ കാണിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞു? ഇല്ല. ഇതിനെ അഭിനയിക്കുന്നത് അവരുടെ സമ്മതപ്രകാരമാണ്, അവർ അതിന് പ്രതിഫലവും കൈപ്പറ്റുന്നുണ്ട്. അതെ, അത് നമ്മൾ ഈ പറഞ്ഞല്ലോ, ഇതൊന്നും ഈ പറയുന്ന സിനിമയിൽ വരുന്നതിന് പണ്ട് തൊട്ട് ഇഷ്ടംപോലെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇതിനകത്ത് കഥയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മാഡ്നസിന് വേണ്ടി ഉപയോഗിക്കുന്നു. നായകൻ്റെ എന്താ പറയുക, ഒരു റോക്ക് സ്റ്റാർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നിങ്ങൾ പറയുന്ന ഒബ്ജക്റ്റീവായി നടക്കുന്നു. ഇതാണ് നമ്മളും പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബാലങ്കേ നായരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ ഏറ്റവും വലിയ ശത്രു അദ്ദേഹമായനെ. അത് ഇവർ പറയുകയും ചെയ്യും. ബാലങ്കേ നായരൊന്നും അഭിനയിക്കാൻ പോലും വിടാത്ത രീതിയിൽ ഉപദ്രവിച്ച് കളഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കൊക്കെ എതിരെ ശക്തമായ പ്രതികരണം ഉണ്ടായിക്കൊണ്ടേ ഇരുന്നേനെ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവർ പറയുന്ന കാര്യം
നിങ്ങൾ പ്രാവർത്തികമാക്കും. അവരുടെ സൃഷ്ടിയാണ് സിനിമ എന്ന് പറയുന്നത്. അതെ, ആ സൃഷ്ടികളിലൂടെ തങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ചെങ്കിലും വില ഇവർ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ അവരുടെ സൃഷ്ടികളിലൂടെ ശ്രമിക്കണം. അതെ, അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഈ പറയുന്ന പോലെ ഇവിടെ എല്ലാം കിടന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞ് നാട്ടുകാരൊക്കെ നെഞ്ചത്ത് കയറിയിട്ട് ഈ പറയുന്ന പോലെ അപ്പുറത്ത് ചെന്ന് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും. എന്നിട്ട് അവരെല്ലാം നോക്കിയിട്ട് കൊഞ്ഞനം കുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ഇവിടെ ചിൽ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. ഇതിനുള്ള ഉത്തരം ഇവിടെ വേണം. അതിലും പാർവതി തിരുവോത്തിന് സിനിമയില്ല, റിമാക്കല്ലെങ്കിലും പിന്നെ സിനിമയില്ല. സിനിമ റിമാക്കല്ലെങ്കിലും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ല, അല്ലെങ്കിൽ പിന്നെ ആശിക്ക് പടം എടുത്ത് കൊടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം പിന്നെ ഈ പറയുന്ന പോലെ വലിയ ബുദ്ധിമുട്ടാണ്. അവരിലേക്ക് സിനിമ, അതായത് ഒരു തിരക്കഥാകൃത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനത്തെ അറഞ്ചം പുറഞ്ചം വെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെക്കൂ, ഒരു വേറൊരു സരോജ് കുമാറായിട്ട് മാറി പോലീസ് വേണമെങ്കിൽ എൻ്റെ കൂടെ വരട്ടെ, ഞാൻ SP ഓഫീസിലേക്ക് കീഴടക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരക്കഥാകൃത്തിന് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് സിനിമ ഉണ്ടാക്കണമെങ്കിൽ ആഷിക്കബ് ഉണ്ടാക്കേണ്ടി വരും. സിനിമ ഉണ്ടാക്കി അവർക്ക് വേണ്ടി അവരുടെ വീട്ടിലെ കിച്ചണിൽ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അല്ലാതെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇവരതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ ഡബിൾ റോളാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് സാധാരണക്കാരുടെ എന്താ പറയുക, ബുദ്ധിയെ വെല്ലുവിളിച്ചിട്ട് അവരുടെ ബുദ്ധിയെയും അവരുടെ ചിന്തകളെയും വെല്ലുവിളിച്ച് ഇതൊന്നും ഇങ്ങനെയല്ല, സിനിമയിൽ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമുണ്ട്, ആ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ ചവിട്ടി അരച്ചിട്ടാണ് ഇവിടെ സിനിമ, മെയിൽ ഓറിയന്റഡ് ആയിട്ടാണ് ഇവിടെ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരൻ്റെ ബുദ്ധിയെ മുഴുവൻ എന്താ പറയുക പിടിച്ചുലച്ച് അവൻ്റെ ചിന്തകളെ മൊത്തം മാറ്റിമറിച്ചിട്ട് അപ്പുറത്ത് പോയത് ഇത് തന്നെ ചെയ്തു വെച്ചിട്ട് അവനെ നോക്കി കൊഞ്ഞണം കുത്തിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരെന്ത് ചെയ്യും? ചോദിക്കും. അത് പിന്നെ ഇവിടെ എന്താ പറയുക, കുറേ ബുദ്ധിജീവികൾ വന്നിരുന്ന് ഇത് അങ്ങനെയല്ല, ഇത് ഉഭയസമ്മത പ്രകാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉഭയസമ്മത പ്രകാരം ആയിക്കോട്ടെ, ആണെങ്കിലും നായകൻ്റെ മാഡ്നസും അയാളുടെ എന്താ പറയുക താര പദവിയും ഒക്കെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന ഇതേ സാധനം നിങ്ങൾ ഉപയോഗിച്ചു. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ സിനിമ കാണും, നമുക്കിഷ്ടമാണ്. ഈ പറയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, ഇഷ്ടംപോലെ ചിത്രങ്ങളിൽ ഇതുപോലെയുള്ള രംഗങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം നിങ്ങളുടെ നിലപാടാണ്, നമ്മളുടെ വിഷയം നിങ്ങളുടെ നിലപാടാണ്. അത് നമ്മൾ അംഗീകരിച്ച് തരാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ബാക്കിയൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മളെത്ര ഈ IFFKയിലൊക്കെ പോയിട്ട് എന്തുമാത്രം ചിത്രങ്ങൾ കണ്ടിരിക്കുന്നു, എന്തുമാത്രം സിനിമകൾ കാണുന്നു. ഇപ്പോൾ നമ്മൾ തന്നെ എന്താ പറയുക, കാർഡുണ്ടെങ്കിൽ എന്താ പറയുക, വേൾഡിലെ ഏത് സിനിമകൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന കാർഡുകൾ, നമുക്ക് സ്മാർട്ട് TV ഉപയോഗിക്കാൻ പറ്റുന്ന കാർഡുകളുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേൾഡിലെ ഏത് സിനിമ വേണമെങ്കിലും നമുക്കിരുന്ന് കാണാൻ പറ്റും. അതുപോലെയുള്ള ഇഷ്ടം പോലെ എന്താ പറയുക, ലിമിറ്റഡ് അല്ലാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു വിഷയമാണെന്നാണ് എന്താ പറയുക ചിന്തിക്കുന്നത്. നമ്മുടെ ബുദ്ധിയെ വെല്ലുവിളിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. ബുദ്ധിയെ വെല്ലുവിളിച്ചിട്ട് നമ്മളെല്ലാം മണ്ടന്മാരും അവർ വലിയ മിടുക്കരുമാണെന്നുള്ള ചിന്തയാണെങ്കിൽ അത് നടക്കില്ല. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. നിങ്ങളല്ലാണ്ട് പറഞ്ഞു വേറെ വിഷയമൊന്നുമില്ല. സിനിമയാണ്. സിനിമയിൽ എന്താ പറയുക, സിനിമ എന്ന് പറയുന്നത് അത് നിർമ്മാതാവിൻ്റെയും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തകരുടെയും ഡയറക്ടർ അടക്കമുള്ള സിനിമാ പ്രവർത്തകരുടെയും അവരുടെ സൃഷ്ടിയാണ്. അവർക്കതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. അതിനെ ഏത് രീതിയിലും ചിത്രീകരിക്കാം. ഈ പറയുന്ന പോലെ എന്താ പറയുക, ഭോഗവസ്തുവായിട്ട് കാണിക്കുന്ന പോലെ തന്നെ കാണിക്കാം. ഇത് സമൂഹത്തിലൂടെ ഉണ്ട്. എത്രയോ വീടുകൾ നടക്കുന്നുണ്ട്. സ്ത്രീയെ ഭോഗവസ്തുവായിട്ട് മാത്രം കാണുന്ന പിന്നെ എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ വീടുകളുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റൂ. മാറേണ്ടതാണ്. പക്ഷെ ഇതൊക്കെ സിനിമയിൽ കാണിക്കുന്നതിന് എന്താ തെറ്റ്? അതങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ അവരത് കാണിക്കുന്നത്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതൊന്നും കാണിക്കാൻ പാടില്ല, വേറെ ആരും കാണിക്കാൻ പാടില്ല, പക്ഷെ ഞങ്ങൾ കാണിക്കും. അങ്ങനെ വേണ്ട. അത് അവിടെ നിൽക്കട്ടെ, ഗീതു നിൽക്കട്ടെ. ശരി.